പൊന്നാനിയും സുസ്ഥിര മാലിന്യമുക്ത നഗരമായി മാറുമെന്ന് നഗരസഭാ ചെയർമാൻ. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി ശുചിത്വ നഗരം സുന്ദര നഗരം എന്ന സന്ദേശമുയർത്തി പൊന്നാനി നഗരസഭ നടത്തിയ മാലിന്യമുക്ത നഗര സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ട പരിപാടിയുടെ സമാപ്തി കുറിച്ചുകൊണ്ട് പൊന്നാനി നഗരസഭയെ മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ചു. പൊന്നാനി നഗരസഭയുടെ BM കായൽ പുളിക്കക്കടവ് ടൂറിസം ഡെസ്റ്റിനേഷനിൽ വെച്ച് നടന്ന പരിപാടി പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം മാലിന്യമുക്ത സമരപ്രഖ്യാപനം നടത്തി. കേരളത്തിലെ തെരുവോരങ്ങൾ മാലിന്യ കൂമ്പാരങ്ങൾ നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന സാഹചര്യത്തിലാണെന്നും അതിന് കാതലായിട്ടുള്ള കാരണം മാലിന്യ നിർമ്മാർജ്ജന സംസ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മുടെ നാട്ടുകാർക്കുള്ള കേരളീയരായിട്ടുള്ള മലയാളികൾക്കുള്ള അജ്ഞതയാണെന്നും അത്തരത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളും മാലിന്യത്തെ അജൈവ മാലിന്യങ്ങളായും ജൈവ മാലിന്യമായും സംസ്കരിക്കുന്നതിന് എന്തെല്ലാം സംവിധാനങ്ങളാണ് നടപ്പിലാക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ജനങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് വാർഡ് സഭകൾ, കുടുംബശ്രീ സംവിധാനങ്ങൾ, അതുപോലെ ജനസദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങളായിരുന്നു 2017 മുതൽ നമ്മൾ തുടക്കം കുറിച്ചത്. നൂറുകണക്കിന് പൊതുജനങ്ങൾ പങ്കെടുത്ത് കുണ്ടടവിൽ നിന്നും ആരംഭിച്ച ശുചിത്വ സന്ദേശ റാലി പുളിക്കക്കടവിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യുവജന സദസ്സിൽ വെച്ച് ആരംഭിച്ച ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപ്പാല ശുചിത്വ സന്ദേശ പ്രതിജ്ഞ ചൊല്ലി. നഗരസഭാ സെക്രട്ടറി സജിറൂൺ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിദ്യാഭ്യാസ കലാ കായിക സ്ഥിരം സമിതി ചെയർമാൻ ടി മുഹമ്മദ് ബഷീർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CP മുഹമ്മദ് കുഞ്ഞി, പ്രിയങ്ക വേലായുധൻ, ജയ് സ്വാമിനാഥ്, ഹാജി KM കാസിം കോയ, ഡെപ്യൂട്ടി തഹസിൽദാർ ശിവദാസൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കൌൺസിലർമാർ, രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീന സുദേശൻ സ്വാഗതവും പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ P രാജൻ നന്ദിയും പറഞ്ഞു. ഇത്രയും ഫാഷൻ പോരെ മോളെ? പവിത്ര ബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, ഇടപ്പാൾ. ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ?